നല്ല സങ്കടമായി. കാരണം നല്ല സ്കോറായിരുന്നു, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല ഡയറക്ഷനാണ്, നല്ല ആക്ടേഴ്സാണ്. സോ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ബിക്കോസ് അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് എല്ലാവരും കാണുക. അഭിനയിച്ച എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. കാരണം എത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. ഞാനൊഴികെ എല്ലാവരും അത്രയും സീനിയർ ആയിട്ടുള്ളവരാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഫസ്റ്റ് ഡേ തൊട്ടുണ്ടായിരുന്നു, അഭിനയിക്കുമ്പോഴുണ്ടായിരുന്നു. കുട്ടേട്ടനൊക്കെ ആയിട്ട് അറിയാലോ, പുള്ളിയൊരു അങ്ങനത്തെ ഒരു നേച്ചറാണ്. നമുക്ക് എല്ലാ ടിപ്സും പറഞ്ഞു തരും ഒക്കെ ഉള്ള ഒരാളാണ്. പിന്നെ അസികയായിട്ടായിരുന്നു എനിക്ക് മെയിൻ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അസികേനെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും എന്തായാലും എല്ലാവരും സിനിമ കാണാൻ വിജയിപ്പിക്കുക. താങ്ക് യു. ഇപ്പോഴാണ് ഇതുപോലൊരു മൂവി കാണുന്നത്. കാരണം അത്ര സെറ്റപ്പായിട്ടാണ് അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഡയറക്ടറിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വിജയരാഘവൻ ചേട്ടനെ എടുത്തു പറയേണ്ടതാണ്. കാരണം പഴയ നമ്മളെ NN പിള്ള സാറിനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതുപോലെ അസാധ്യ പെർഫോമൻസ് ആണ്. പുള്ളിയുടെ ഓരോ ഫ്രെയിമും നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് നമ്മളെ വിജയരാഘവൻ ചേട്ടൻ. അതുപോലെ തന്നെ ആസിഫിക്കയുടെ പടമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റോളും വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമൃത ബാലമുരളി, ജഗദീഷ് ചേട്ടൻ, അവരൊക്കെ കിട്ടിയിട്ടുള്ള റോളുകളെല്ലാം വളരെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കിട്ടിയ റോളുകളെല്ലാം മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറെല്ലാം ബിഗ് സല്യൂട്ട് കൊടുക്കണം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഫ്രെയിമുകൾ, അതുപോലെ തന്നെ വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള BGM ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിടിലൻ സിനിമയാണ്. എല്ലാവരും ഒന്ന് കാണണം, വിജയിപ്പിക്കണോട്ടെ. അടിപൊളി, ഒരു രക്ഷയില്ല. ഇമോഷണലാണോ? നല്ല ഫ്രെയിമാണ്, നല്ല രസമുണ്ട്. കാണാൻ പറ്റായിരുന്നില്ല. സ്റ്റാർട്ടിങ് ഭയങ്കര സ്ലോ പേസ് ആണ്. നമ്മൾ ഈ സ്ലോ ബേണെന്ന് നമ്മൾ കേൾക്കണ പോലെ പതിയെ തുടങ്ങി എന്നൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ നല്ല വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഞെട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ശരിക്കും വാവടിക്കുന്ന ഒരു സെക്കൻഡ് ഹാഫ്, ഒരു അവസാനത്തെ ഒരു 20 മിനിറ്റ്സാണ്. നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ആസിഫ് അലിയുടെ പെർഫോമൻസ് സെക്കൻഡ് ലൈക്ക് ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ എന്തോ ബിക്കോസ് എന്താ പറയുക, നമ്മൾ കെട്ടുകാരൻ്റെ മലയിലൊക്കെ കണ്ട ആസിഫ് അലിയുടെ ആ ഒരു ഭയങ്കര സെൻറ്റിയാവുന്ന സീൻസൊക്കെ അടിപൊളിയായിരുന്നു. ഉദയ ആസിഫലിൻ്റെ കണ്ണ് ഭയങ്കര ഇതാണ്, വെരി പവർഫുള്ളാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വിജയരാഘവൻ ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മകനായിരുന്നു, പക്ഷെ അവസാനം എത്തിയപ്പോൾ മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ. ബട്ട് രണ്ടുപേരെ പെർഫോമൻസ് സൂപ്പറാണ്. സ്റ്റോറി ഡിഫറെൻ്റ് ആണ്, സ്ലോ പേസ്ഡ് ആണ്. നമ്മൾ ആ ഒരു മൂഡിലിരുന്ന് കാണണം പതിയെ. പക്ഷേ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ലാഗ് ഫീൽ ചെയ്യില്ല. നല്ല എടുത്ത് പറയേണ്ട എല്ലാവരും പെർഫോമൻസാണ്. സ്റ്റോറിയും സ്ക്രിപ്റ്റും പെർഫോമൻസും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. സോ അല്ലാണ്ട് ഇതിലൊന്നും കാണാം. ഇതൊരു ഡിഫറെൻറ്റ് മൂവിയാണ്. ഒരു കുറച്ച് ഒരു ഇമോഷണൽ ടച്ചുള്ള മൂവിയാണ്. നമ്മുടെ കണ്ണെന്ന് അറിയും അവസാനമാകുമ്പോൾ. ആസിഫിയുടെ വെറൈറ്റി, ആസിഫിൻ്റെ കണ്ണ് ഭയങ്കര പവർഫുള്ളാണ്. ലൈക്ക് ആസിഫിൽ കരയുമ്പോൾ നമ്മൾ കരയാവുന്ന ക്ലൈമാക്സ് പോർഷൻസൊക്കെ അടിപൊളിയായിട്ട് പെർഫോമൻസ് ആയിരുന്നു. നൈസ് പെർഫോമൻസ് ആയിരുന്നു. വിജയരാഘവൻ ചേട്ടൻ സൂപ്പർ.